കോതമംഗലം പിടവൂരിൽ മോഷണം. ബദരിയ ജുമാ മസ്ജിദിലെ ഭണ്ഡാരക്കുറ്റിയാണ് മോഷ്ടിച്ചത്. മോഷണത്തിന് CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ CCTV ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരാൾ നടന്നു വരുന്നുണ്ട്. നടന്നു വന്ന് ആ മസ്ജിദിന്റെ മുന്നിലുള്ള ഭണ്ഡാരപ്പെട്ടി അങ്ങെടുത്തുകൊണ്ട് പോവുകയാണ് പുള്ളി ചെയ്യുക എന്നാണ് തോന്നുന്നത്. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. പക്ഷേ CCTV നോക്കുന്ന കാര്യം കക്ഷി അറിഞ്ഞില്ല. അപ്പോൾ എന്നിട്ട് പള്ളിക്കകത്താണെന്ന് തോന്നുന്നു ഉള്ളത് ഈ പറഞ്ഞ വഞ്ചി ഭണ്ഡാരപ്പെട്ടി അത് തുറന്ന് ആ കതവ് നാട്ടി നോക്കുന്നുണ്ട്. കതവ് തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമത്തിലാണ്. ചവിട്ടി തുറന്ന് അകത്ത് കയറിയിട്ട് ഇത് മൊത്തം എടുത്തുകൊണ്ട് പോവുക ചെയ്തത്. ലാൽ കൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നത്. ലാൽ, ഈ സാധാരണഗതിയിൽ ഈ ഭണ്ഡാരക്കുറ്റി അല്ലെങ്കിൽ കാണിക്കവഞ്ചിയൊക്കെ തുറന്ന് പൊളിച്ച് പൈസ എടുത്തുകൊണ്ട് പോകാനാണ് പതിവ്. ഇതിപ്പോൾ അങ്ങനെ പൊളിക്കാനുള്ള സമയമില്ലാത്ത കാരണം അതോടെ കൊണ്ടുപോയോ? അതെ, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കാൻ നിന്നില്ല. മാത്രമല്ല, ഈ അകത്തേക്ക് കയറുന്ന സമയത്ത് ആ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നിൽ ഒരു കവാടം പോലെ ഒരു ചില്ല് വാതിലുണ്ടായിരുന്നു. ആ ചില്ല് പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് ഇയാൾ പള്ളിക്കകത്തേക്ക് കടന്നു വരുന്നത്. പള്ളിക്കകത്ത് കടന്ന ശേഷം ആ ഭണ്ഡാരക്കുറ്റി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാനാണ് അയാൾ ശ്രമിച്ചത്. വസ്ത്രങ്ങളിൽ നിന്ന് ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, പിടവൂർ ഭാഗത്ത് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മോഷണ സംഘം ഉണ്ട് എന്നൊരു വിവരം പോലീസിനുണ്ട്. അത് പോത്താൻകാട് പോലീസിൻ്റെ ലിമിറ്റിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പെട്രോളിംഗ് മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ സമയത്ത് വലിയ ശക്തമായ മഴയും ഇടിയും ഇന്നലെ ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഈ കിഴക്കൻ മേഖലയിൽ, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നല്ല ശക്തമായ മഴയും ഇടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഴയെ ഗുണമാക്കിക്കൊണ്ടാണ് മോഷ്ടാവ് വന്നത്. പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. നല്ല ഇടിയും മഴ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് അകത്ത് കയറി ഭണ്ഡാരക്കുറ്റി മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും CCTV വിഷ്വൽസിൻ്റെ അടിസ്ഥാനത്തിൽ പോത്താൻകാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിയെക്കുറിച്ച് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. ഇതേ രീതിയിൽ മോഷണം നടത്തുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം. അതേസമയം പ്രദേശത്ത് ഇപ്പോൾ ആ കക്ഷിയാണെങ്കിൽ എനിക്കൊന്നും എല്ലാ ദേവാലയങ്ങളും നമ്മൾ കയറുമ്പോൾ ചെരുപ്പ് ഊരിടാറുണ്ട്. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വിശ്വാസപൂർവ്വമാണ് ഭണ്ഡാരക്കുറ്റി മോട്ടിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് കയറിയത്. എന്നിട്ട് തിരിച്ചിറങ്ങി ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നുണ്ട്. ഏതോ വിശ്വാസിയാ ലാൽ. അത്യാവശ്യം വിശ്വാസമുള്ളൊരു മോഷണമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഏതായാലും മോഷണമായിരുന്നു ഉദ്ദേശം. എന്ത് തന്നെയാണെങ്കിലും മോഷ്ടിച്ച് മുതലുമായിട്ട് അയാൾ കടന്നു കളഞ്ഞിട്ടുണ്ട്. അടുത്തുള്ള ആക്രിക്കടകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിൽ കാര്യങ്ങൾ കണ്ടെത്താൻ വലിയ പാടായിരിക്കുമെന്നാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോത്താൻകാട് പോലീസിന് അന്വേഷണം പുരോഗമിക്കുന്നത്. കാശ് ഓക്കെ. അപ്പോൾ ലാലാണ് ആ മോഷണത്തിൻ്റെ വിവരങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ നിന്ന് നടന്നു വന്ന് അവിടെ ചെരുപ്പൂരിയിട്ട് വളരെ വിശ്വാസപൂർവ്വം, വളരെ ഭക്തിപൂർവ്വം, വളരെ ശുദ്ധിയോടുകൂടി അവിടെ വന്ന് അതിൻ്റെ ചില്ല് നോക്കി ഭാഗത്ത് ഭണ്ഡാരക്കുറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ ചില്ല് ചവിട്ടി പൊട്ടിച്ച് അകത്ത് കയറി. അപ്പം മഴയൊക്കെയാണ്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഒരു കവറിനകത്ത ഭണ്ഡാരക്കുറ്റി അങ്ങനെ നിറച്ച് പുറത്തിറങ്ങി ചെരുപ്പിട്ട് പയ്യങ്ങ് നടന്നുപോയി. ആരും കണ്ടില്ലെന്നാണ് വിചാരിച്ച കക്ഷി. പക്ഷേ എല്ലാം കാണുന്ന ഒരുത്തൻ മുകളിലുണ്ടായിരുന്നു. അത് CCTV ആണ്. CCTV കണ്ട ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതധികം ഒരുപക്ഷെ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കുന്നത്. കാര്യം പള്ളിക്കകത്ത് ഭണ്ഡാരക്കുറ്റിയൊക്കെ ഉള്ള കാര്യം നേരത്തെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കൂലേ. അപ്പം എന്തായാലും അത് പിടിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പിടിക്കാൻ നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.